സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ BSE അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റോക്കുകളും അതുപോലെ തന്നെ ബ്രോക്കേഴ്സ് എല്ലാം വല്ലാതെ താഴെ പോകുന്നു. ഇനി റുപ്പിയുടെ കാര്യം പറയുകയാണെങ്കിൽ റുപ്പി കഴിഞ്ഞ 5 വർഷം കൊണ്ട് 25% ഫോളോ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 2-3 ബഡ്ജറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഒരു നിരാശാജനകമായ ബഡ്ജറ്റ് തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റ് ശരിക്കും ഇന്നത്തെ ബഡ്ജറ്റിൽ കുറച്ചും കൂടിയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 12 ലക്ഷം ആയിട്ട് നമ്മുടെ ടാക്സ് ബ്രേക്കപ്പ് കൂട്ടുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ടൊക്കെ കുറച്ചും കൂടി എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള തരത്തിൽ, അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പി കഴിഞ്ഞ ബഡ്ജറ്റിൽ നിന്ന് ഈ ബഡ്ജറ്റിൽ 6% പോകുന്നുണ്ട്. GDP 7% കൂടിയെന്ന് പറഞ്ഞാലും ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ അത്രയും വന്നപ്പോഴത്തേക്കും വലിയ ഡിപ്രീസിയേഷൻ നമ്മുടെ ഇക്കണോമിക്ക് തന്നെ വന്നിട്ടുള്ളൊരു സാഹചര്യത്തിൽ അത് റുപ്പിയുടെ വാല്യൂ കുറയുന്നത് അതൊരു കാഷ്വാലിറ്റി ആണെന്ന് നമ്മുടെ ഇക്കണോമിക് സർവേ തന്നെ സമ്മതിച്ചൊരവസരത്തിൽ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ബഡ്ജറ്റിൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഉള്ള ഒരു നടപടികളും ആ ഒരു തരത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് ഒരു നിരാശാജനകമായി. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ BSE അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റോക്കുകളും അതുപോലെ തന്നെ ബ്രോക്കേഴ്സ് എല്ലാം വല്ലാതെ താഴെ പോകുന്നു. അതായത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിനുള്ള ചാർജസ് അല്ലാതെ STT അത് ഡബിൾ ചെയ്തിരിക്കുന്നു. അതിൻ്റെ STT കൂട്ടി അതുപോലുള്ള കാര്യങ്ങളോട് വന്നപ്പോഴത്തേക്കും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നിരാശയായി. ശരിക്കും ക്യാപെക്സ്, അതായത് ഇൻഫ്രാ ക്യാപെക്സ് 12 ലക്ഷം കോടിയിലേക്ക് 12.5-2 ലക്ഷം കോടിയിലേക്ക് ഉയർത്തി എന്നുള്ളൊരൊറ്റ വാക്യത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയൊന്നും തരത്തില്ല. ഒരു ഡിഫൻസ് സെക്ടേഴ്സിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഡിഫൻസ്, അതുപോലെ കാറുകൾക്കൊക്കെ ഈ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഡീൽ വന്നു കഴിഞ്ഞപ്പോൾ, ട്രേഡ് ഡീൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ കാറുകൾക്ക് അവർക്ക് ഇനി 10% ക്രമമായിട്ട് ഇത് റേറ്റ് കുറച്ച് വരുന്നു, ഇമ്പോർട്ട് ടാക്സ് കുറയ്ക്കുന്നു. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കാർ സെക്ടറിന് എന്തെങ്കിലും ഉണ്ടാവാം. അല്ലെങ്കിൽ അതുപോലെ കാർഷിക മേഖലയ്ക്ക് ഇപ്പോൾ അമേരിക്കയായിട്ടുള്ള ഡീൽ വരുമ്പോഴത്തേക്കും കാർഷിക മേഖലയ്ക്കും കൂടെ വിട്ടുവീഴ്ച നടത്തിക്കൊണ്ട് വേണം ചെയ്യാൻ. അപ്പോൾ ആ കാർഷിക മേഖലയ്ക്കൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാഷ്വാലിറ്റീസ് ഇനിയും വരാൻ സാധ്യതയുള്ളത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ റുപ്പിയുടെ കാര്യം പറയുകയാണെങ്കിൽ റുപ്പി കഴിഞ്ഞ 5 വർഷം കൊണ്ട് 25% ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ GDP നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഈ അപ്രീസിയേഷൻ അതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പോർട്ട് ഭയങ്കരമായിട്ട് കുറയുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ട്, ഇപ്പോൾ നവംബറിലെ ഗുഡ്സിൻ്റെ ഇമ്പോർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ $70 ബില്യൺ ഗുഡ്സ് നമ്മൾ ഇറക്കുമതി ചെയ്തപ്പോൾ, സർവീസ് അല്ല ഗുഡ്സ് ഇറക്കുമതി ചെയ്തപ്പോൾ $34 ബില്യൺ ഗുഡ്സ് നമ്മൾ കയറ്റുമതി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ സ്വർണ്ണമാണെങ്കിലും അതിൻ്റെയൊക്കെ വളരെ RBI ഇറക്കുമതി ചെയ്യുന്ന സ്വർണ്ണത്തിൻ്റെ അളവൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പം അതിൻ്റെ വില വല്ലാതെ കൂടിപ്പോകുന്നു, മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ക്രൂഡ് ഓയിലാണ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന മറ്റൊരു ഐറ്റം, അതും $70 ഒരു മാസം കൊണ്ട് $70 നിന്ന് ഇപ്പോൾ $60 നിന്ന് $70 ഒരു ബാരലിന് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇനിയും റുപ്പി ഫോൾ ചെയ്യാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാമെന്നുള്ള ഒരു ഒറ്റവരി വാക്യം ഉണ്ടാവുമെന്ന് കരുതി. കാരണം പ്രത്യേകിച്ചും ഈ ഇക്കണോമിക് സർവേ ഓഫ് ഇന്ത്യയിൽ അത് പറഞ്ഞ സ്ഥിതിക്ക്, പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ക്യാപെക്സ് ജസ്റ്റ് ഒന്ന് വർദ്ധിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അത് അവിടെ തന്നെ നിർത്തി എന്നുള്ള ഒരു തരത്തിലാണ് ആൾക്കാർക്ക് വിസിബിൾ ആവുന്ന കാര്യമുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2-3 ബഡ്ജറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഒരു നിരാശാജനകമായ ബഡ്ജറ്റ് തന്നെയാണ്. മാർക്കറ്റ് ബഡ്ജറ്റ് കഴിയുന്നതിന് തൊട്ട് ആ STTയുടെയൊക്കെ അവസ്ഥ വന്നപ്പോൾ തന്നെ മാർക്കറ്റ് വല്ലാതെ ഫോളോ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നിഫ്റ്റി 25,000 പോയിന്റിൽ താഴെ വന്നിരിക്കുന്നു. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. അപ്പോൾ ഒരു ബൂസ്റ്റിംഗ് ഉണ്ടായിട്ട് ഒരു 25,600-700 പോയിന്റെങ്കിലും കയറിയതിന് ശേഷം പിന്നെ ഇന്ന് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് ഇങ്ങനെ ആവുന്ന കരുതി. പക്ഷേ ഇതിപ്പോൾ ഞായറാഴ്ച അവധി ദിവസം ചരിത്രത്തിൽ ആദ്യമായിട്ട് വിളിച്ചു വരുത്തിയിട്ട് മാർക്കറ്റിനെ മൊത്തത്തിൽ നിരാശയിലാക്കിയ ഒരവസ്ഥയുള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ ഒരു മാർക്കറ്റ് ഓൾറെഡി താഴേക്ക് പോന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ എന്തെങ്കിലും ഒരു കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാവുമെന്ന് കരുതി. ഇനിയിപ്പം എന്ത് വഴിത്തിരിവ് എവിടെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ നശിച്ച ഒരവസ്ഥയിലേക്ക് ഇൻവെസ്റ്റേഴ്സ് മാറുന്നു. അത് ഗുണകരമല്ല. ശരിക്കും മാർക്കറ്റിങ്ങിനെ നമ്മൾ മാറ്റി നിർത്തുമെങ്കിലും, അല്ലെങ്കിൽ ക്യാപിറ്റലിസം എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ പോപ്പുലിസത്തിൻ്റെ ഭാഗമല്ല എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഇപ്പോൾ ജനങ്ങൾ കൂടുതൽ അതിൽ ഇൻവോൾവ് ആണ്. പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് പീപ്പിൾ, യങ്സ്റ്റേഴ്സ് അതിൽ ഇൻവോൾവ് ആണ്. അതിൻ്റെ ഗ്രോത്ത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അറിയാം. അപ്പോൾ അതിനെ നെഗേറ്റ് ചെയ്ത് പോകുന്ന രീതികൾ അത്ര നന്നായിരിക്കില്ല. അപ്പോൾ ബഡ്ജറ്റ് ഒരു മോശം ബഡ്ജറ്റെന്ന് ഉറപ്പിച്ച് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ബഡ്ജറ്റ് എത്തിയിരിക്കുകയാണ്. കാരണം അതങ്ങനെ പറയാൻ പറ്റൂ എന്നുള്ളൊരു സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂവിൽ, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയ്ക്ക് അതങ്ങനെ പറയാൻ പറ്റൂ എന്നുള്ള ലെവലിലാണത്. ഇനി ബെറ്റർ എന്തെങ്കിലും അനൗൺസ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇനി അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അവർക്ക് കൊണ്ടുവരുമോ എന്നറിയില്ല. എന്നാൽ തന്നെ ആസ് ഓഫ് നൗ നിരാശയാണ്.